ലവ് ജിഹാദ് ആരോപണം. കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ. ലവ് ജിഹാദ് ആരോപണത്തിൽ ഭീഷണി ഭയന്ന് കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ. ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയുമാണ് കായംകുളത്തെത്തി വിവാഹിതരായത്. ജാർഖണ്ഡിൽ വധഭീഷണി നേരിടുന്നുവെന്ന് ഇരുവരും പറയുന്നു. ഇത് ഭയന്നാണ് രക്ഷയ്ക്കായി ഇരുവരും കേരളത്തിലെത്തിയത്. ഇതേസമയം തന്നെ ഇരുവരെയും തിരക്കി ബന്ധുക്കൾ കായംകുളത്തെത്തിയെങ്കിലും ഇരുവരും പോകാൻ തയ്യാറായില്ല. പോലീസുകാരോടൊപ്പമാണ് ബന്ധുക്കൾ ഇവരെ കാണാനായി എത്തിയത്. എന്നാൽ ഇവർ ബന്ധുക്കൾക്കൊപ്പം പോകാൻ വിസമ്മതിക്കുകയായിരുന്നു. കുടുംബത്തിനെതിരെയും വധഭീഷണിയുണ്ടെന്ന് ഇവർ പറയുന്നു. അതേസമയം രണ്ടുപേരും പ്രായപൂർത്തിയായവരാണെന്നും സംരക്ഷണം നൽകുമെന്നും കായംകുളം ഡിവൈഎസ്പി വ്യക്തമാക്കി. ഇരുവരും 10 വർഷമായി പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ മാസം ആശാ വർമ്മയുടെ കുടുംബം 45-കാരനുമായി വിവാഹം ഉറപ്പിച്ചു. ഇതറിഞ്ഞ് വിദേശത്ത് നിന്ന് മുഹമ്മദ് ഗാലിബ് നാട്ടിലേക്കെത്തുകയായിരുന്നു. എന്നാൽ ഇതര മതസ്ഥരായതിനാൽ ഇരുകൂട്ടരുടെയും ബന്ധുക്കൾ വിവാഹത്തിന് സമ്മതിച്ചില്ല. തുടർന്ന് ലവ് ജിഹാദ് എന്ന ആരോപണം ഉയർന്നു. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്ന സംഭവങ്ങൾ ഉണ്ടായി. ഇതേസമയം മുഹമ്മദ് ഗാലിബിനൊപ്പം ജോലി ചെയ്യുന്ന ഗൾഫിലെ തന്റെ കൂട്ടുകാരനായ കായംകുളം സ്വദേശിയാണ് കേരളത്തിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. തുടർന്നാണ് ഇരുവർ കേരളത്തിലെത്തിയത്. ഇവിടെ സംരക്ഷണത്തിനായി അഭിഭാഷക മുഖേന ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു. ഫെബ്രുവരി 9-നാണ് ഇവർ കേരളത്തിലെത്തിയത്. 11-ന് ഇരുവരും ഇസ്ലാം മത വിശ്വാസപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തന്റെ ബന്ധുക്കളെന്ന പേരിൽ ആലപ്പുഴയിൽ എത്തിയവർ ഗുണ്ടകളാണെന്ന് ആശാ വർമ്മ പറയുന്നു. ആശാ വർമ്മയെ മുഹമ്മദ് ഗാലിബ് തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ ചിത്തപ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.